ഹായ് സാർ, ഹായ്. ഇത് കൊച്ചിൻ ബീൻ ബാഗ് എന്ന ഷോപ്പ് നടത്തി വരികയാണല്ലോ. 15 വർഷമായിട്ട് സാർ ഈ ഫീൽഡിലുള്ള വ്യക്തിയാണല്ലോ. അതെ. ഇപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് ബീൻ ബാഗിനെ കുറിച്ച് അറിയാനും വാങ്ങിക്കാനും താല്പര്യപ്പെടുന്നുണ്ട്. നമുക്കതിനെക്കുറിച്ചൊന്ന് വ്യക്തമായിട്ട് പറഞ്ഞാലോ? പറഞ്ഞുതരാമല്ലോ. സാർ, എന്താണ് ബീൻ ബാഗ്? നമ്മൾ ഈ ആധുനിക കാലഘട്ടത്തിൽ കസേരക്ക് പകരം ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു ചെയറാണെന്ന് പറയാൻ കഴിയും ഈ ബീൻ ബാഗിനെ. ഇത് നമുക്ക് ചെയറായിട്ട് യൂസ് ചെയ്യാം, റിക്ലൈനറായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ചെറിയ ബെഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇന്ന് കിട്ടുന്ന കംഫർട്ട് വേറെ ഒരു ഫർണിച്ചറിലും കിട്ടില്ല. അതാണ് ഈ ബീൻ ബാഗിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മളെ ബോഡി എങ്ങനെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു അതനുസരിച്ച് ആ ഒഴുകി കൊടുക്കും ഈ ബീൻ ബാഗ്. അപ്പോൾ നമ്മൾ ഇരുന്നൊന്ന് മുതുക് ചാരുമ്പോൾ തന്നെ നമ്മളെ ഹെഡ് വരെയും ഈ ബീൻ ബാഗ് നമ്മളെ പൊതിഞ്ഞെടുക്കും എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഈ ബീൻ ബാഗിന് ഇത്രയധികം കംഫർട്ട് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റ് വെയിറ്റ് ആണെന്ന് പറയാൻ കഴിയും. ഇന്നൊരു ചെയർ എടുത്ത് മാറ്റുക എന്ന് പറഞ്ഞാൽ വളരെ അനായാസം ചെയ്യാൻ പറ്റുന്നതല്ല. എന്നാൽ ഇതൊരു കൊച്ചു കുട്ടിയോട് പറയുകയാണെങ്കിൽ മോളെ ഒന്ന് എടുത്ത് മാറ്റി വെക്കുമെന്ന് പറഞ്ഞാൽ ഇതേ ലാഘവത്തോടെ എടുത്ത് പൊക്കി വെച്ച് നമുക്ക് മാറ്റി വെക്കാൻ പറ്റും. അത് മാത്രമല്ല, ഇത് വാടകയ്ക്കൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ ഈ ഫർണിച്ചറൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള പണിയല്ല. ഇത് നമുക്ക് അതേപോലെ വളരെ സിമ്പിളായിട്ട് അവർക്കെടുത്ത് ലോഡ് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് മാറ്റാൻ പറ്റും. അത് മാത്രമല്ല, ഇത് ഔട്ട്ഡോറിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഒരു ബീച്ചിലൊക്കെ പോവുകയാണെങ്കിൽ, ഒരു വൈകുന്നേര സമയത്തൊക്കെ ആണെങ്കിൽ ഇത് കൊണ്ട് ഇട്ടിട്ട് നമുക്ക് കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ കഴിയും. ഒരു രാജാവിനെ മഹാറാണിയെ പോലെ തന്നെ നമുക്ക് ആ സുഖമായിട്ട് തന്നെ ഈ ബാഗിൽ ഇരിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അല്ല, അതിൻ്റെ കംഫർട്ടും അത് തന്നെയാണ്. പിന്നെ ഈ ബാഗിന് പലതരം സൈസുകളുണ്ട്. 3 സൈസുകളാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. 3XL ഉണ്ട്, 4XL ഉണ്ട്, കിങ് ഉണ്ട്. 3XL എന്ന് പറഞ്ഞാൽ ഒരു 5 ഫീറ്റ് ഹൈറ്റ് വരെ ഉള്ളവർക്ക് കംഫർട്ടബിളാണ്. 4XL ആണെങ്കിൽ 6 ഫീറ്റ് വരെ നമുക്ക് കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ കഴിയും. ബെഡ് പോലെ യൂസ് ചെയ്യാനും കഴിയും 4XL. ഈ 4XL നല്ല കംഫർട്ട് വേണമെങ്കിൽ ഇതുപോലെ കിങ് സൈസ് ഈ ബാഗ് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല കംഫർട്ടബിളായിട്ട് ഇരിക്കാനും ബെഡായിട്ട് യൂസ് ചെയ്യാനൊക്കെ കഴിയും. അതുപോലെ ഒരു കിങ് സൈസിന് പോലെ ഇത്ര വെയിറ്റേ ഉള്ളൂ. നമുക്ക് സാധാരണ ഒരു കൈ കൊണ്ട് നമുക്ക് എളുപ്പം പൊക്കാൻ കഴിയുന്ന സൈസാണ്. അതാണ് ഈ ബീൻ ബാഗിൻ്റെ ഈ ലൈറ്റ് വെയിറ്റ് എന്ന പ്രത്യേകത എന്ന് പറയാൻ കഴിയും. ഹെവി അല്ല. പിന്നെ നമ്മൾ ചെയറൊക്കെ എടുത്ത് മാറ്റുകയാണെങ്കിൽ താഴെ താമസിക്കുന്നവർക്കൊരു സൗണ്ടൊക്കെ ഉണ്ടാവും. ഇത് നമ്മൾ വലിച്ച് നീക്കിയാൽ പോലും സൈലൻ്റ് ആണ്. ഇപ്പോൾ പ്രായമുള്ള ആൾക്കാർക്ക് ഇരിക്കാനുള്ള സമയത്ത് ഒരു ചെയറൊക്കെ എടുത്ത് മാറ്റുമ്പോൾ അവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഇതങ്ങനെ ഒന്നും തന്നെ ഉണ്ടാവില്ല. വളരെ സൈലൻ്റ് ആയിരിക്കും. അങ്ങനെ ധാരാളം കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ട് ബീൻ ബാഗിനെ കുറിച്ച്. അല്ല, അല്പം മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബീൻ ബാഗ് പരിപാലിക്കുന്ന വിധം അതെങ്ങനെയാണ്? ഈ ബീൻ ബാഗ് പരിപാലിക്കുന്നത് വളരെ എളുപ്പമുള്ള പണി തന്നെയാണ്. ഒന്ന് പറഞ്ഞത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട ഉദ്ദേശം എന്താണെന്ന് ഒരു ബലൂണായിട്ട് കണക്കാക്കുക. ഒരു ബലൂണിൽ ഒരു പിന്ന് കുത്തി അങ്ങനെ ഇരിക്കും, പൊട്ടൂലേ? അതേപോലെ നമ്മൾ ആണുങ്ങൾ ഇരിക്കുമ്പോൾ ബാക്കിലെ പോക്കറ്റിൽ കീ ചെയിനൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ ചാടി ഇരിക്കുമ്പോൾ ആ കീ കുത്തിക്കൊണ്ട് ചിലപ്പോൾ പൊട്ടും. അല്ലെങ്കിൽ ഷാർപ്പായുള്ള ഒബ്ജക്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെക്കുക. അപ്പോൾ അതിലൊക്കെ കുത്തി കൊളുത്തുകയാണെങ്കിൽ അത് കീറിപ്പോവും. അപ്പോൾ ആ ബലൂൺ നമ്മൾ എങ്ങനെ കൊണ്ടു നടക്കും അതേപോലെ കൊണ്ടു നടക്കണമെന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ ബീൻ ബാഗ് ലൈറ്റ് വെയിറ്റ് ആണ്. അല്ലാതെ നമുക്ക് ഹാർഡായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. എന്തോരം കട്ടി കൂട്ടി ഉണ്ടാക്കുന്നോ കീറാണ്ട് കിട്ടും, പക്ഷേ കംഫർട്ട് ഒട്ടും കിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഏറ്റവും ലൈറ്റസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ബീൻ ബാഗ് നമ്മൾ ചെയ്യുക. അതാകുമ്പോൾ നമുക്ക് കറക്റ്റ് നമ്മൾ ഒഴുക്കിനനുസരിച്ച് തന്നെ അഡ്ജസ്റ്റായി കിട്ടും. അല്ലെങ്കിൽ കംഫർട്ട് കിട്ടില്ല. ഇപ്പോൾ ലെതറിൽ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ പോലും ഇത്ര കംഫർട്ട് കിട്ടില്ല. പിന്നെ അത് മാത്രം ഞങ്ങൾ ക്ലോത്തിൽ ഞങ്ങൾ ചെയ്യുന്നില്ല. ഈ ആർട്ടിഫിഷ്യൽ മെറ്റീരിയൽ മാത്രമേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. കാരണം എക്കോ ഫ്രണ്ട്ലി എന്നൊക്കെയാണ് എല്ലാവരും ക്ലോത്തിനെ കുറിച്ച് പറയുന്നതെങ്കിലും നമുക്കതിന് എണീറ്റ് പുറത്തേക്ക് വരാൻ പറ്റില്ല ആ ക്ലോത്ത് മെറ്റീരിയൽസ്. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ മെറ്റീരിയൽസ് തന്നെ യൂസ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് കൂടുതലായി പറയാൻ ഇതിൻ്റെ സെയിൽസും മാനുഫാക്ചറിങ്ങും നോക്കുന്ന പ്രശാന്ത് ഞാൻ വിളിക്കാം. പ്രശാന്ത്, ബാ. ഇത് ആക്ച്വലി വലിയ സൈസ്, കിങ് സൈസ്. ഈ കിങ് സൈസ് ബാഗിൽ കുറേ പേര് ഓരോരോ ഷോപ്പുണ്ടാവും. പക്ഷേ ഈ ഷോപ്പിൽ നമ്മുടെ ഈ സ്റ്റിച്ചിങ് ഒരു സ്ഥലത്തെ പോലെ കാണുമില്ല. നമ്മുടെ മാത്രം ചെയ്യണം. എല്ലാ ആൾക്കാരും ഒരു ഓൺലൈൻ ശരി സിംഗിൾ ലൈൻ എല്ലാ ആൾക്കാരും വെക്കണം. അപ്പം നമ്മുടെ ഈ സ്റ്റിച്ചിങ്ങും മറ്റ് നമ്മുടെ ഗ്യാരണ്ടി ഒന്നും പറയണ്ട. ബാഗിൻ്റെ ലൈഫ് ബാഗ് 1 വർഷം ശരി, 2 വർഷം ശരി, 3 വർഷം ശരി, ബാഗ് ഒരു ഡേറ്റ് ഒന്നും നോക്കണ്ട. മാക്സിമം ഉപയോഗിക്കാം. ഒരു ബാഗ് മാക്സിമം ഉപയോഗിക്കാം. ഇവിടെ സർവീസ് ഉണ്ടാവും, റിപ്ലേസ് ഉണ്ടാവും. എല്ലാ ആൾക്കാർക്കും മാക്സിമം കാര്യങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. വലിയ ആൾ ശരി, ചെറിയ ആൾ ശരി. ഇവിടെ ചീപ്പ് റേറ്റിൽ ബീൻ ബാഗ് ഇവിടെ തന്നെ കിട്ടണം. കലൂർ കൊച്ചി ബീൻ ബാഗ് ഷോപ്പ്. അത് ഓൺലൈനിൽ നമ്മുടെ ഏറ്റവും ടോപ്പിൽ സെർച്ചിങ് ചെയ്യാൽ മതി. എല്ലാ കട അന്വേഷിക്കുന്ന ലാസ്റ്റ് ഇവിടെ വന്നാൽ മതി. മാക്സിമം സപ്പോർട്ട് ചെയ്യണം. കസ്റ്റമർ സപ്പോർട്ട് നമ്മൾ ചെയ്യണം. പിന്നെ ഓൺലൈൻ ബാഗ് ശരി, ഏത് ബാഗ് ശരി,
ഇവിടെ ചെയർ റിപ്പയറിംഗ് ശരി എല്ലാം നമ്മുടെ ഇത് ചെയ്ത് നമുക്ക് ഇരിക്കുന്ന വിധാനം ഞാൻ കാണിച്ചു തരാം. ആദ്യം നമുക്ക് റിക്ലൈനർ ആക്കി തരും. ഇവിടെ ഇരിക്കുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കണം. ഇതേപോലെ ഇങ്ങനെ ഇരിക്കുക, ഇത് നമ്മൾ ഇരിക്കും, ഇങ്ങനെ ഇരിക്കുക. അതാണ് നമ്മളുടെ ഇരിക്കുന്ന രീതി. നമ്മൾ ചാടി ഇരിക്കുകയാണെങ്കിൽ ഇത് ബ്ലാസ്റ്റായി പോകും. അല്ലെങ്കിൽ ബീൻസ് എല്ലാം ഇവിടെ നിന്ന് കുഴിഞ്ഞു പോയിട്ട് എല്ലാം തലയുടെ സൈഡ് വരും. അപ്പോൾ നമ്മൾ ശരിക്കും നിലത്ത് ഇരിക്കുന്ന പോലെ ആയിപ്പോൾ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും സോഫ്റ്റ് ആയിട്ട് വേണം ഇരിക്കാൻ. കൊച്ചു കുട്ടികളാണെങ്കിൽ പോലും ചാടുകയോ അങ്ങനൊന്നും പാടില്ല. അവർ വളരെ കുഞ്ഞു കുട്ടിയാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവർ ഇരുത്തുകയോ കിടത്തുകയോ ചെയ്യാൻ കഴിയും. അല്ലാണ്ട് അവർക്ക് ചാടി ഇരുത്താൻ അനുവദിക്കാതെ നോക്കുക. പിന്നെ എത്ര മുതിർന്നവരാണെങ്കിൽ പോലും ഇങ്ങനെ സോഫ്റ്റായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഇത് ലൈഫും കൂടുതലാണ്. ബീൻസ് അമങ്ങില്ല. പിന്നെ അകത്തിട്ടങ്ങനെ ബീൻസ് ഒരു മര്യാദയ്ക്ക് ഡെയിലി ഇരുന്ന് യൂസ് ചെയ്യണമെങ്കിൽ 3 months കൂടുമ്പോൾ ഒരു 1/2 പാക്കറ്റോ അല്ലെങ്കിൽ 1 പാക്കറ്റ് വരെ യൂസ് ചെയ്താൽ മതിയാവും. എന്നാൽ നമ്മൾ ചാടി ഇരിക്കുകയാണെങ്കിൽ ഒരു 2 പാക്കറ്റ് മേളിലേക്ക് വേണ്ടി വരും. കാരണം നമ്മൾ തന്നെ ഇടിച്ച് ചതക്കുകയാണ്. അത് പരമാവധി ശ്രദ്ധിക്കാൻ നോക്കുക. ഇതിപ്പോൾ നമ്മളൊരു റിക്ലൈനർ പൊസിഷനിൽ ഇരുന്നേക്കണം. ഈ ഒരു ബെഡിൻ്റെ പൊസിഷനാക്കി കാണിച്ചു തരാം. കുറച്ചുകൂടെ ഓവറായിട്ട് റിക്ലൈൻ ചെയ്തിട്ട് ഈ അറ്റത്തേക്ക് വന്നിരിക്കുക. ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ റിക്ലൈൻ ചെയ്യുക. അതുകൊണ്ട് കാലുകൊണ്ട് പുറകോട്ട് തള്ളുകയാണ് നമുക്കൊരു ബെഡായിട്ടും നല്ല ലോഞ്ചറായിട്ട് യൂസ് ചെയ്യാൻ കഴിയും. നമുക്ക് എണീക്കണമെങ്കിൽ നമുക്ക് പതുക്കെ ഇങ്ങോട്ട് അങ്ങോട്ടേക്ക് വന്നതാണെങ്കിൽ നമുക്ക് എണീക്കാൻ കഴിയും. പക്ഷെ എണീക്കാൻ ബുദ്ധിമുട്ട് വരുന്ന സമയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബീൻസ് കുറയുമ്പോഴായിരിക്കും നമുക്ക് പുറത്തോട്ട് എണീറ്റ് വരാൻ പറ്റില്ല. ആ സമയത്ത് നമ്മൾ ബീൻസ് ആഡ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ എണീക്കാനും പറ്റില്ല. പിന്നെ ആ ബീൻസ് കുറഞ്ഞ സമയത്താണ് നമ്മൾ ചാടി ഇരിക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റായി പോകാനും സാധ്യതയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കാൻ നോക്കും. ഇത് സർവീസ് ചെയ്യുന്ന വിധത്തെക്കുറിച്ചാണെങ്കിൽ ഇവർ മഞ്ഞൾ കറയൊക്കെ വീഴുമ്പോഴാണ് കറ പിടിച്ച് വരുന്നത്. അത് ചെയ്യേണ്ടത് അപ്പോഴത്തെ ഇപ്പോൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആ കറി വീഴുകയാണെങ്കിൽ അപ്പം തന്നെ ഒരു ഡ്രൈ ക്ലോത്ത് കൊണ്ട് തുടച്ചിട്ട് ഒരു മൈൽഡ് ഷാമ്പു ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ഭാഗത്ത് തുടയ്ക്കാൻ കഴിയും. 2-3 പ്രാവശ്യം തുടച്ച് കഴിയുമ്പോൾ തന്നെ ഇതൊക്കെ പോകും. പിന്നെ അത് കഴിഞ്ഞ് നമുക്കിതുപോലെ തന്നെ ഇടയ്ക്ക് നമ്മൾ വെള്ളം മുക്കിയൊക്കെ തുടച്ചിട്ട് വെയിലത്ത് വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതാകുമ്പോൾ ലൈഫും കൂടുതലാണ്. പിന്നെ അടച്ചിട്ട മുറികളിലേക്ക് വെക്കരുത് എന്നുള്ളതാണ്. 1 മാസം 2 മാസമൊക്കെ പൂട്ടിയിട്ട് പോവുകയാണെങ്കിൽ ഇതങ്ങനെ ഒന്ന് പറഞ്ഞത് കൂടുതൽ ഹാർഡാകാനും ക്രാക്ക് വരാനും സാധ്യതയുണ്ട്. അപ്പോൾ സ്ഥിരം യൂസ് ചെയ്യുക. അല്ലെങ്കിൽ പോലും അത് ബ്രീത്തബിൾ ആയിട്ടുള്ള സ്ഥലത്ത് വെക്കുക. അപ്പോൾ ലൈഫും കൂടുതലായിരിക്കും. പിന്നെ ഇടയ്ക്ക് വെയിലത്ത് വെച്ചാൽ ഒരു കുഴപ്പമില്ല, ബീൻ ബാഗ് ലൈഫ് കൂടുകയുള്ളൂ. ഈ ബീൻ ബാഗ് ഇവിടെ നിർമ്മിക്കുന്നതാണോ? അതുപോലെ തന്നെ അതിന്റെ പ്രത്യേകതകൾ? ഈ ബീൻ ബാഗ് ഞങ്ങൾ തന്നെയാണ് നിർമ്മിക്കുന്നത്. അതുകൊണ്ടാണ് വളരെ റേറ്റ് കുറച്ച് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ കഴിയുന്നത്. മറ്റുള്ള കടകളെ സംബന്ധിച്ചോളം ഒരു 700 മുതൽ 1000 വരെ നമുക്ക് താത്തി കൊടുക്കാൻ സാധിക്കുന്നുണ്ട് ബീൻ ബാഗ്. അതുമാത്രമല്ല സർവീസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതാണ് മാസ്റ്റർ ഇവിടെ ഉള്ളത്. മാക്സിമം 10 മണിക്ക് രാത്രി വന്നാലും ഞങ്ങൾ സർവീസ് ചെയ്ത് കൊടുക്കും. അല്ല പോയിട്ട് നാളെ വാന്ന് പറഞ്ഞ വാക്ക് ഞങ്ങൾക്കില്ല. ഇപ്പോൾ ഞങ്ങൾക്ക് സാഹചര്യം ഉള്ളത് കൊണ്ട് കസ്റ്റമേഴ്സ് മാക്സിമം ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കത് സർവീസ് ചെയ്ത് കൊടുക്കാനും കഴിയും. പരമാവധി പൈസ മേടിക്കാണ്ട് തന്നെ ഞങ്ങൾ ചെയ്ത് കൊടുക്കും ഞങ്ങളുടെ ബാഗ്സിനെല്ലാം. പിന്നെ ഇതൊരു ഞങ്ങൾ ലിമിറ്റഡ് എഡിഷനായിട്ട് ചെയ്തതാണ്. ഒരു 15 കൊല്ലമായി ഞങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഇത് മാക്സിമം ഒരു 10 ബീൻ ബാഗ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു മാസ്റ്ററാണ് ഇരിക്കുന്ന തുഫൈൽ. ആളുടെ കഠിന പരിശ്രമം കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ബാഗ് ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇന്നലെ ഇറക്കിയതാണ്. അത് വെക്കുമ്പോൾ തന്നെ ആ പീസ് പോയി. ഇത് സെക്കൻഡ് പീസാണ്. ഈ ഒരു 8 പീസും കൂടി നമ്മൾ ഉണ്ടാക്കുന്നുള്ളത്. അത് കസ്റ്റമറിന് വേണ്ടിയിട്ടുള്ള ഒരു യുണീക്ക് പീസായിരിക്കും. ഈ ബീൻ ബാഗുടെ ടീച്ചിങ് ഏകദേശം കിतना साल യൂസ് कर सकते हैं നോർമൽ? 3 साल. 3 വർഷം ഇവന് പറയുന്നത് 3 വർഷമായിട്ട് യൂസിങ് ചെയ്യണം, നമ്മൾ കട്ടാവില്ല അങ്ങനെ പറയാനുണ്ടാവും. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ഒരുപാട് ആൾക്കാർ ബീൻ ബാഗ് കൊണ്ടുപോകാനുണ്ടാവും. മാക്സിമം ഒരു നമ്മുടെ വക നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. പിന്നെ ടീച്ചിങ് ലൈലോൺ ടീച്ചിങ് ഇവിടെ ഒരു ബാഗ് ഡാമേജ് അത്ര പറയാനില്ല. പിന്നെ ഇൻ കേസ് ഒരു ചെറിയ കുട്ടികളെ ജമ്പിങ് ചെയ്യാൻ അതിൻ്റെ ഒരു ടീപ്പോയിൽ കാട്ടിലിൻ്റെ സൈഡിൽ അങ്ങനെ ഒരു ചെറിയ ഹോൾ വന്നാൽ നമുക്ക് പാച്ച് വർക്ക് ചെയ്ത് തരാം. അതെ പിന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുമോ? ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാക്സിമം 3 to 4 ഇയേഴ്സ് നമ്മൾ ലൈഫ് പറയുന്നത്. അതിൻ്റെ ഇടയിൽ നിങ്ങളുടെ ഭാഗത്ത് എന്ത് ഫോൾട്ട് സംഭവിച്ചാലും ഞങ്ങൾ സർവീസ് ചെയ്ത് തരും. അല്ലാണ്ട് നിങ്ങളുടെ ഫോൾട്ടാണ് അതുകൊണ്ട് പൈസ തരണം എന്നുള്ള വാക്ക് ഞങ്ങൾ ഉപയോഗിക്കാറില്ല. പൈസ ചോദിച്ച് മേടിക്കാറുമില്ല. നിങ്ങൾ മേടിച്ച സാധനം പരമാവധി ഉപയോഗിക്കണം. അതിനുവേണ്ടി ഞങ്ങൾ എല്ലാ സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്ത് മാസ്റ്ററും പ്രശാന്തും ചെയ്തു തരുന്നതായിരിക്കും.